സംഘടനാ റിപ്പോർട്ടിന്റെയും പ്രവർത്തന റിപ്പോർട്ടിന്റെയും വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ് കൊല്ലത്തെ സമ്മേളന നഗരിയിൽ നിന്നും. അർജുൻ, കൃത്യമായ സ്വയം വിമർശനങ്ങൾ തന്നെയാണ് സംഘടനാ റിപ്പോർട്ടിലും പ്രവർത്തന റിപ്പോർട്ടിലും ഉള്ളത്. അതിനിടയിൽ BJP ിലേക്ക് വോട്ടുകൾ, അത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് ചോർന്നു എന്നുള്ള ഗുരുതരമായ വിമർശനം ഉണ്ട് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ. അപ്പോൾ ഈ സംഘടനാ റിപ്പോർട്ടിലെയും പ്രവർത്തന റിപ്പോർട്ടിലെയും വിവരങ്ങളെ ക്രോഡീകരിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? ലക്ഷ്മി, സംഘടനാ റിപ്പോർട്ടിൽ കഴിഞ്ഞ സമ്മേളന കാലയളവിനിടെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ രേഖപ്പെടുത്തുകയും അതിനെ സ്വയം വിമർശനാത്മകമായി വിലയിരുത്തുകയും ചെയ്യുന്നതാണ് റിപ്പോർട്ട്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ടത് ഒന്ന് EP ജയരാജനെതിരായിട്ടുള്ള നടപടിയാണ്. EP ജയരാജനെ എന്തുകൊണ്ട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയെന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് മാറ്റിയത് തന്നെയാണ് EP ജയരാജനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം EP ഒഴിഞ്ഞതാണോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയാണോ നടപടിയാണോ എന്നതുൾപ്പെടെയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു തീർപ്പ് സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട്. EP ജയരാജന്റെ പ്രവർത്തനത്തിലെ ജാഗ്രതാക്കുറവ് മൂലം അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണെന്ന് ഈ സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുകയാണ്. മറ്റൊന്ന്, ഇടയ്ക്കിടയ്ക്ക് ആരോപണങ്ങളും അല്ലെങ്കിൽ പരാമർശങ്ങളും നടത്തി വിവാദത്തിലാകുന്ന സജി ചെറിയാനുള്ള മുന്നറിയിപ്പാണ്. നേരത്തെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തി വിവാദത്തിലായി രാജിവെച്ചു. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. അതിനുശേഷം വീണ്ടും ഈ അടുത്തിടെയാണ് ഈ പുകവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. അതും വിവാദമായി. അങ്ങനെ ഇത്തരത്തിൽ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ പറയുന്ന പരിപാടി സജി ചെറിയാൻ നിർത്തണമെന്ന കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് സംഘടനാ റിപ്പോർട്ടിൽ നൽകുന്നുണ്ട്. അത്തരം വിവാദങ്ങൾ പാർട്ടിക്കാണ് ദോഷം ചെയ്യുക എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഇപ്പോഴും പാർട്ടിക്കുണ്ടെന്ന് തുറന്നു സമ്മതിക്കുകയാണ് സംഘടനാ റിപ്പോർട്ടിൽ CPM ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദൗർബല്യങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചാൽ മാത്രമാണ് നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിലേക്ക് പോകാൻ കഴിയുമെന്ന് സംഘടനാ റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് മൂന്നാം LDF സർക്കാരാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്നുള്ള ഊന്നലാണ് ഈ സമ്മേളനമെന്ന് ഇതിനോടകം തന്നെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘടനാ ദൗർബല്യം പരിഹരിച്ച് മുന്നോട്ട് പോകണം, എങ്കിൽ മാത്രമാണ് തുടർ ഭരണം സാധ്യമാകുമെന്ന് സംഘടനാ റിപ്പോർട്ടിൽ കൃത്യമായും പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തകർക്ക്, പാർട്ടി അംഗങ്ങളായിട്ടുള്ളവർക്ക് സംഘടനാപരമായിട്ടുള്ള പ്രവർത്തന പരിചയക്കുറവ് ഉണ്ടെന്ന് ഈ സമ്മേളന റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടിയിലെ മെമ്പർമാരിൽ ബഹുഭൂരിപക്ഷം പേരും കഴിഞ്ഞ 10 വർഷത്തിനിടെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ്. നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, ഈ പുതുതായി വന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവ പരിചയം കുറവുണ്ട്. കാരണം അവരെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ ആ സമയത്തോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തോ ഒന്നും പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അനുഭവക്കുറവ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ട്. അത്തരം അനുഭവ പരിചയമില്ലായ്മ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള പോരായ്മകൾക്ക് വഴിവെക്കുന്നുവെന്ന സ്വയം വിമർശനം സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണമെന്ന സ്വയം വിമർശനം ഈ സംഘടനാ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ CPM-ന്റെ സാമ്പത്തിക അടിത്തറയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ സഹകരണ ബാങ്കുകളൊക്കെയാണ്. പക്ഷേ സഹകരണ ബാങ്കുകളിൽ നിന്ന് പാർട്ടി നേതാക്കളും പാർട്ടി അംഗങ്ങളും ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാത്തൊരു സാഹചര്യം ഉണ്ട്. അത് സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപ ഇപ്പോഴും കുടിശ്ശികയായിട്ടുണ്ടെന്നുള്ള വിമർശനം സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടി സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കുലർ നൽകിയിട്ട് പോലും ഈ തുക തിരിച്ചടയ്ക്കാത്ത സ്ഥിതിയാണെന്നുള്ള വിമർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിരിച്ചടയ്ക്കാത്ത പണം പാർട്ടി മെമ്പർമാരും നേതാക്കളും ഏറ്റവും അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്ന നിർദ്ദേശം കൂടി ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉണ്ട്. എന്ന് മാത്രമല്ല, വലിയ തുക ലോൺ എടുക്കുന്ന പാർട്ടി അംഗങ്ങൾ അക്കാര്യം മേൽക്കമ്മിറ്റിയെ അറിയിക്കണമെന്ന നിർദ്ദേശം കൂടി ഈ സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടി സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വിശദമായിട്ടുള്ള വിമർശനവും സ്വയം വിമർശനവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംഘടനാ റിപ്പോർട്ടാണ് പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ചത്. മറ്റൊന്ന്, ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ BJPക്ക് വോട്ട് കൂടുന്നതിനെ ഗൗരവമായി കാണണമെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ വോട്ട് എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബോധ്യമായതുമാണ്. അക്കാര്യം നേരത്തെ തന്നെ പാർട്ടി വിലയിരുത്തിയിരുന്നു. പക്ഷേ അത് സംഘടനാ റിപ്പോർട്ടിൽ അക്കാര്യം വിമർശനമായി പ്രവർത്തന റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പാർട്ടി ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ അതിൻ്റെ ഒരു നേർസാക്ഷ്യമുണ്ട്. കാരണം പാർട്ടി വിചാരിച്ചിരുന്ന വോട്ടുകളൊന്നും പല പഞ്ചായത്തുകൾ, പാർട്ടിയുടെ അടിത്തറ അത്ര ശക്തമായിട്ടുള്ള പല പഞ്ചായത്തുകളിൽ നിന്ന് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെ തന്നെ പാർട്ടി വിലയിരുത്തിയതാണ്.
അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബി ജെ പിയിലേക്കുള്ള വോട്ട് പോകുന്നത് ഗൗരവമായി കാണണമെന്ന വിമർശനം സ്വയം വിമർശനമായി തന്നെ പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ വിശദമായി ഒരു പ്രവർത്തന റിപ്പോർട്ടാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി മുന്നോട്ട് വെച്ചത്, അവതരിപ്പിച്ചത്. സംഘടനാ റിപ്പോർട്ടിലും പ്രവർത്തന റിപ്പോർട്ടിലും കൃത്യമായ വിമർശനവും സ്വയം വിമർശനവും തന്നെയായിരുന്നു എന്നാണ് അർജുൻ ഇപ്പോൾ അവിടെ നിന്നും പങ്കുവയ്ക്കുന്നത്. അതിൽ പ്രധാനമായും സജി ചെറിയാൻ, ഇ.പി. ജയരാജൻ തുടങ്ങിയവർക്കൊക്കെ വിമർശനമുണ്ടായിരുന്നു. ഇ.പി. ജയരാജനെ അത്തരത്തിൽ ജാഗ്രത കുറവിന്റെ പേരിൽ തന്നെയാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകളിൽ പരാമർശം ഉണ്ടായിരുന്നു. അപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ പരാമർശം പോലുള്ളവ നമുക്ക് മുന്നിലുണ്ട്. അതൊന്നും വിമർശനമായില്ലേ എന്നുള്ളതും ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടിയിരിക്കുന്നു. അർജുൻ രാജാണ് വിശദമായ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പങ്കുവച്ചത് കൊല്ലത്ത് നിന്ന്, സമ്മേളന നഗരിയിൽ നിന്ന്.